ഗായ്സ്, നമ്മളെ ചാനൽ ഒന്ന് റീബ്രാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടീമാഗ് മാറ്റി ഇൻവെർട്ടഡ് ബ്രോ ആക്കിയിട്ടുണ്ട്. സംഭവമൊക്കെ സെയിം ആണ്, ജസ്റ്റ് പേരും ലോഗോ മാറ്റി, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ തുടങ്ങിയാലോ. അടിപൊളി ഒമാൻ സീരീസ് ആണ് വരാൻ പോണത്. ഇതേ പിടിച്ച അതിൻ്റെ ഹൈലൈറ്റ്സ്. കടന്നൽക്കൂട് ഫുൾ കടന്നൽക്കൂട് ഉള്ളി നേന്ത്രപ്പഴം ഏതാണ്ട് ഒരു രാത്രി നമ്മൾ ഒമാനിലേക്ക് പോകാൻ തീരുമാനിച്ചു. അനിയൻ്റെ ഒരു ട്രിപ്പിൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നു. ഖത്തറിൽ നിന്ന് സലാലേക്ക് പോകുമ്പോൾ ആവശ്യമുള്ള എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ടായിരുന്നു. എന്തൊക്കെ കരുതണം, എങ്ങനെയൊക്കെ പോകണം, എവിടെയൊക്കെ നിർത്തണം, അങ്ങനെ എല്ലാം. അല്ലറ ചില്ലറ മിസ്റ്റേക്സ് ഉണ്ട് അതിൽ, പക്ഷേ അതാരാണോ ഉണ്ടാക്കിയത് അയാൾക്ക് ഫുൾ ക്രെഡിറ്റ്. അപ്പോൾ നമ്മളൊരു ഫാമിലി ട്രിപ്പാണ് പോണത്. ഞങ്ങൾ കുറച്ച് പേർക്ക് ഓൾറെഡി സൗദി ടൂറിസ്റ്റ് വിസ ഉണ്ട്. അപ്പോൾ ഇതിലില്ലാത്തവർക്ക് വിസ എടുത്ത് വളരെ ഈസി പ്രൊസീജിയേഴ്സാണ്. ക്രെഡിറ്റ് കാർഡ് വേണം, അതില്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസിനെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഒരു ചെറിയ അഡീഷണൽ ഫീ കൊടുത്തു കഴിഞ്ഞാൽ സാധനം സെറ്റായി. ഖത്തറിൽ നിന്ന് സൗദി വഴി UAE കൂടെ ഒമാനിലേക്ക് പോകാനാണ് ഏറ്റവും എളുപ്പം. അതൊരു 3 മണിക്കൂർ ലാഭിക്കാൻ പറ്റും. ഏകദേശം 300 കിലോമീറ്റർ കൂട്ടിക്കോ. പക്ഷേ അപ്പോൾ എല്ലാവർക്കും UAE വിസ എടുക്കണം. സിംഗിൾ എൻട്രി വിസക്ക് നല്ല റേറ്റ് ഉണ്ട്. പിന്നെ 3-4 ദിവസം എടുക്കും പ്രോസസ്സ് ചെയ്യാൻ. അങ്ങനെ നോക്കുമ്പോൾ സൗദി വഴി ഒമാനിലേക്ക് പോണതാണ് ലാഭം. അങ്ങനെ രാവിലെ സുബഹി നിസ്കരിച്ച് പെട്ടിയും വീൽ ചെയറൊക്കെ എടുത്ത് വെച്ച് നമ്മളൊരു 5:30 യാത്ര തുടങ്ങി. ഒരു 6:45 സൗദിയിൽ കടക്കാൻ. ബോർഡറിൽ അധികം വെയിറ്റിംഗ് ഉണ്ടായിരുന്നില്ല. പിന്നെ പുതിയ സൗദി വിസക്കാർക്ക് ഫിംഗറും കണ്ണും സ്കാൻ ചെയ്യണം. അത് പെട്ടെന്ന് തീർന്ന്. പിന്നെ ഒരു 600 കിലോമീറ്ററിന് മരുഭൂമിയുടെ നടുവിൽ ഒരു റോഡും നമ്മളും പിന്നെ ഇടയ്ക്ക് കുറച്ച് ലോറി, കുറച്ച് ക്യാമറ, അത്രേ ഉള്ളൂ. അത്യാവശ്യം സ്നാക്സ് ഉണ്ടായിരുന്നു കയ്യിൽ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒമാൻ ചിപ്സ്, മോര്, ഒമാൻ ചിപ്സ്, മോര്, ഒമാൻ ചിപ്സ്, കുറച്ച് സ്വീറ്റ്സ്, ചോക്ലേറ്റ് റോള്, അങ്ങനെ തിന്നു പോയി. നമ്മളീ പൊയ്ക്കൊണ്ടിരിക്കുന്ന റോഡ് റുബൽ ഖാലി എന്ന് പറയുന്ന ഏരിയയിൽ കൂടെയാണ് പോണത്. ഇംഗ്ലീഷിൽ അതിന് MT ക്വാർട്ടർ എന്നാണ് പറയുക. ഏകദേശം ഫ്രാൻസിൻ്റെ അത്ര വലുപ്പമുണ്ട് ഇതിന്. പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടിന്യൂസ് സാൻഡ് ഡെസേർട്ടാണിത്. സഹാറ ഡെസേർട്ട് ഇതിനായിട്ട് 14 ഇരട്ടി വലുതാണ്. പക്ഷേ അവിടെ ഉള്ളതിൻ്റെ പകുതിയോളം മണൽ ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരു 400 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റോപ്പ് എത്തിയിട്ടാണ്. ZOIL പെട്രോൾ സ്റ്റേഷൻ, ZOIL പെട്രോൾ സ്റ്റേഷൻ. അവിടെ നമ്മൾ പെട്രോൾ ഫുൾ ടാങ്ക് അടിച്ച് പിന്നെ ബാത്റൂമിൽ പോയി ഒന്ന് ഫ്രഷായി. അവിടെ ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ കയറി ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഖത്തർ നമ്പർ പ്ലേറ്റുള്ളൊരു പ്രാഡോ കണ്ടത്. നമ്മൾ പോയി പരിചയപ്പെട്ട്. ജോജി ചേട്ടനും ഫാമിലി ആയിരുന്നു അത്. ജോജി ചേട്ടൻ ഹമദിലെ നേഴ്സാണ്. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ച്. നല്ല ബാർബിക്യൂ ചിക്കനും റൈസും. റെസ്റ്റോറൻറ്റിൽ കൂടുതലും ലോറി ഡ്രൈവേഴ്സാണ്. അധികം സെറ്റപ്പ് ഒന്നല്ല, ഒരു സാധാ റെസ്റ്റോറൻറ്റ്. പക്ഷെ ഒരു 400 കിലോമീറ്ററിൽ ഇതാണ് ഏറ്റവും അടിപൊളി റെസ്റ്റോറൻറ്റ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ജോജി ചേട്ടനും ഫാമിലി നേരത്തെ പോയി. നമ്മളൊരു 10-15 മിനിറ്റ് അവിടെ നിസ്കരിക്കാനായിട്ട് എടുത്തു. ഇതുവരെ അനിയനാണ് ഡ്രൈവ് ചെയ്തിരുന്നത്. ഇനി ഒമാൻ്റെ ബോർഡറിലേക്ക് ഒരു 260 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അവന് കുറച്ച് റെസ്റ്റും പിന്നെ എനിക്കും ഓടിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ ഡ്രൈവർ മാറി. സൗദി ഒമാൻ റോഡ് നല്ല റോഡാണ്. ഏത് അവൻ ഓടിച്ചത് വരെ. എനിക്ക് വണ്ടി കിട്ടിയപ്പോൾ നല്ല ഫ്രഷ് ടാറിട്ട റോഡ്. നോക്കുമ്പോൾ എന്താ, കുഴിയുള്ളിടത്തൊക്കെ ടാറ് അങ്ങനെ ഇങ്ങനെ വാരി വലിച്ചിട്ടിരിക്കണം. അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ കുഴിയിലും വീഴും, ഹമ്പ് പോലുള്ള ടാറിൻ്റെ മേലെ കൂടെയും ചാടും. വണ്ടിയുടെയും ആളുടെയും പരിപ്പളകും. ഒരു നല്ല കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ സീനറി അടിപൊളിയായിരുന്നു. മലകളൊക്കെ ഇങ്ങനെ ചുവന്ന കളറിലായിരുന്നു. പക്ഷെ അതൊന്നും കാണാൻ സമയം ഉണ്ടായിരുന്നില്ല. അപ്പത്തിന് 2 കുഴിയും ടാറൊക്കെ ആയിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ റോഡിൻ്റെ നടുവിൽ മണ്ണുമല. പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ റോഡേ ഇല്ല, കുഴിയും മലയും മാത്രം. അനിയന് ഫുഡും കഴിച്ച് ഇതൊന്നും അറിയാണ്ട് നല്ല ഉറക്കം.
അങ്ങനെ നമ്മൾ കല്ലും മലയൊക്കെ താണ്ടി ഒമാൻ ബോർഡർ എത്തി. എന്നിട്ട് ഒമാൻ്റെ ബോർഡറിൽ നിന്ന് വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കണം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ജോജി ചേട്ടനുണ്ട്. അവർക്ക് ഓൾറെഡി ഇൻഷുറൻസ് കിട്ടി. എന്നിട്ട് പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് അവർ പോയി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒമാൻ്റെ വിസ എടുക്കുന്ന സ്ഥലത്ത് പോയപ്പോൾ അവിടെയും ജോജി ചേട്ടനും ഫാമിലിയും. അവിടെ കുറച്ച് നേരം നിന്ന് അവർക്ക് ഫസ്റ്റ് വിസ കിട്ടി. അപ്പോൾ അവർ പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വിസ റെഡിയായി. അങ്ങനെ നമ്മൾ സൗദിയിൽ നിന്ന് ഒമാനിലേക്ക് കടന്നു. ഒമാനിലേക്ക് കടന്നപ്പോൾ തന്നെ ലാൻഡ്സ്കേപ്പ് മൊത്തം മാറി. ഇങ്ങനെ ചെറിയ ചെറിയ കുറ്റിച്ചെടികളും പിന്നെ മരങ്ങളൊക്കെ ആയിട്ടുള്ള സീനറി ആയിരുന്നു. അതിലേറ്റവും രസമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മരം ഉണ്ടല്ലോ, അത് ഒരു ടൊയോട്ട ലാൻഡ് ക്രൂസറിനായിട്ടും കുറച്ച് ഹൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ കാറുകൾ പാർക്ക് ചെയ്തിരിക്കണ കാണാം. നമ്മൾ പോണ റോഡിൽ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. സ്ട്രെയിറ്റ് ഒരു റോഡും പിന്നെ കണ്ണെത്താ ദൂരത്ത് ഇങ്ങനെ ചെടികളും പിന്നെ കുറച്ച് മരങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതെന്താണെന്നൊരു പിടുത്തം കിട്ടണില്ല. കാരണം ഒന്നുമില്ലാത്തടത്ത് കുറച്ച് മരങ്ങളും പിന്നെ കുറേ കാറും. എന്താ സംഭവം എന്ന് ഒരു ഐഡിയയും കിട്ടിയില്ല. ഒമാനിലെത്തിയപ്പോൾ നല്ല റോഡായിരുന്നു. നമ്മൾ ഹോട്ടലിൽ എത്തണ വരെ നല്ല റോഡ് തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് ഓടിക്കാൻ പറ്റിയില്ല. ഫുഡൊക്കെ കഴിച്ച് നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒരുത്തനെ എണീറ്റ്. അപ്പോൾ ഹോട്ടലിൽ എത്തുന്ന വരെ അനിയനാണ് വണ്ടി ഓടിച്ചത്. ഇബിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഫസ്റ്റ് സ്റ്റോപ്പ് ചെയ്തത്. അവിടെ ഇബിരി കാസൽ ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അവിടെ ഓൾറെഡി പെങ്ങളും അളിയനൊക്കെ എത്തി റൂമൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അവർ അബുദാബിയിൽ നിന്നാണ് വന്നത്. റൂമിലെത്തി ഫ്രഷായി. എന്നിട്ട് നമ്മൾ സിമ്മൊക്കെ എടുത്ത് പിന്നെ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഗൂഗിളിൽ തപ്പി ഒരു തുർക്കിഷ് റെസ്റ്റോറൻറ്റ് കിട്ടി. അങ്ങനെ നമ്മൾ അവിടെ ചെന്നപ്പോൾ ദേ ഇരിക്കണ വീണ്ടും ജോജി ഏട്ടനും ഫാമിലിയും. പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. പക്ഷേ ഇത്ര പെട്ടെന്ന് കാണുമെന്ന് പ്രതീക്ഷിച്ചില്ല. എന്തായാലും അത് അടിപൊളിയായിരുന്നു. പിന്നെ ജോജി ഏട്ടന് യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ ചെക്ക് ചെയ്യാൻ മറക്കല്ലേ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് ഹോട്ടലിൽ തന്നെ പോയി. അവിടെ ഒരു ബൗളിംഗ് ഫെസിലിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് 2 റൗണ്ട് എറിഞ്ഞ്. കോമഡി എന്താണെന്ന് വെച്ചാൽ നമ്മൾ എറിഞ്ഞത് എങ്ങാനൊന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നേരെ അവിടെ ഇരിക്കണ കാഷ്യറിൻ്റെ തലക്കാണ് കൊള്ള. അങ്ങനെ ബൗളിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി കിടന്നു. അടുത്ത ദിവസം നേരത്തെ എണീച്ച് പോകണം സലാലേക്ക്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ അടുത്ത എപ്പിസോഡ് മിസ്സാവാണ്ടിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിൽ അടിപൊളി സ്റ്റോറീസ് ഉണ്ടെങ്കിൽ അത് എന്നായിട്ട് ഷെയർ ചെയ്താൽ നമുക്കൊരു വീഡിയോ സെറ്റാക്കാം. എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ എൻ്റെ ഇമെയിൽ അഡ്രസ്സിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഗൈസ്, വീഡിയോ ഒക്കെ എൻജോയ് ചെയ്യുക. ബൈ, പീസ്, ലവ് ആൻഡ് ടേക്ക് കെയർ. അടുത്ത എപ്പിസോഡിൽ പ്രതീക്ഷിക്കാതെ സുൽത്താൻ കാബൂസ് മോസ്കിലെത്തി. പിന്നീട് വണ്ടി പഞ്ചറായി. പോലീസിൻ്റെ നല്ല ചവിട്ട് കിട്ടി. 14 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം സലാലയിലെത്തി. സലാല ബോർഡർ കഴിഞ്ഞപ്പോൾ ആകെ മഞ്ഞും മൊത്തം പച്ചപ്പും. നമ്മൾ ഊട്ടിയിലെത്തിയ പോലെയായിരുന്നു. രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ കുറേ നടന്നു. വണ്ടികളൊക്കെ അവിടെ കൊടുത്തിട്ട്